പണവുമായി രേവതി തിരികെ വരുന്നു. സുധിയെ വിളിക്കാൻ അമ്പിളി നിർബന്ധിക്കുന്നെങ്കിലും അർച്ചന അതിന് തയ്യാറാകുന്നില്ല. SP വിശ്വനാഥനോട് 10 ലക്ഷം രൂപ കൂടി ആവശ്യപ്പെടുന്ന രാജപ്പനും കുടുംബവും അർച്ചനയുമായി നാടുവിടുന്നു. അവളെ മറന്നു കളയാൻ നിങ്ങൾ പറഞ്ഞാൽ എനിക്കതിന് കഴിയുമെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? തന്റെ ജീവിതത്തിൽ അർച്ചനയല്ലാതെ മറ്റൊരു പെണ്ണില്ല എന്ന് സുധി. രാത്രി മഴ തുടരുന്നു. എന്നേ ഞാനത് മനസ്സിൽ കുറിച്ചതാ. എന്റെ ജീവിതത്തിൽ ഒരു പെണ്ണുണ്ടെങ്കിൽ അത് അവള് തന്നെ ആയിരിക്കുമെന്ന്. ആ തീരുമാനം മാറ്റാൻ ആർക്കും കഴിയില്ല. ആരെന്ത് ഭീഷണിയുമായിട്ട് വന്നാലും എനിക്കതിന്ന് പിന്മാറാനാവില്ല. എന്റെ മനസ്സിനിണങ്ങിയ പെണ്ണിനെ ഞാൻ കണ്ടെത്തി. ജീവിക്കേണ്ടത് ഞാനല്ലേ നടരാജമാമേ? ഇങ്ങനൊരു ബന്ധമാണെങ്കിൽ നിന്നെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നത് മണ്ടത്തരം തന്നെ. അത് എന്തിനു വേണ്ടി അച്ഛനും അമ്മയും ശാഠ്യം പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കറക്റ്റ്. അളിയൻ എന്നോട് മുഷിച്ചിൽ തോന്നരുത്. ഈ ഒരു പ്രശ്നത്തിന്റെ പേരില് നിങ്ങൾ തമ്മിൽ മനസ്സുകൊണ്ട് അകലാൻ പാടില്ല. പിടിവാശി കാണിച്ചിട്ടും കാര്യമില്ല. നടരാജൻ എന്താ പറഞ്ഞു വരുന്നത്? നമുക്കിത് ആലോചിക്കുന്നതാ നല്ലത്. ജയന്തി എന്ത് പറയുന്നു? ഞാൻ എന്ത് പറയാനായിട്ടാ? അച്ഛന്റെയും മകന്റെ ഇടയില് ഒരു പാലമായിട്ട് നിൽക്കാനല്ലേ എനിക്ക് കഴിയൂ. അളിയൻ കടുംപിടുത്തൊന്നും കാണിക്കരുത്. മക്കള് തന്നോളം വളർന്ന അവരുടെ വഴിക്ക് വിടാനേ പാടുള്ളൂ. നമ്മുടെ ആഗ്രഹങ്ങൾക്കൊന്നും ഒരു വിലയുമില്ല. നടരാജന്റെ വാദം കോടതിയിലും മതി. ഈ വിഷയത്തിൽ എന്നോട് ആരും അഭിപ്രായം ചോദിക്കണ്ട. ഞാൻ ഈ കാര്യത്തിൽ സഹകരിക്കാനും പോകുന്നില്ല. നീ ധൈര്യമായിരിക്കണം മോനെ. നിന്റെ അച്ഛൻ പെട്ടെന്നൊന്നും കീഴടങ്ങില്ല. പോലീസുകാരനല്ലേ? താൻ പിടിച്ച മുയലിന് 3 കൊമ്പെന്ന് വാശി പിടിക്കുന്ന കൂട്ടരാ. ഒരു പെണ്ണ് വീട്ടിൽ വന്ന് കേറുമ്പോ ഈ ഭാവമൊക്കെ എപ്പ മാറിയെന്ന് ചോദിച്ചാ മതി. ഞാൻ ചെന്ന് പെണ്ണ് ചോദിക്കാം. വിവാഹം ഗുരുവായൂർ വെച്ച് ലളിതമായി നടത്താം. ഇവിടെ ഒരു ഹോട്ടലിൽ വെച്ച് ഗംഭീര റിസപ്ഷൻ നടത്തി ആ കുറവ് പരിഹരിക്കുകയും ചെയ്യാം. നീ അവളുടെ അഡ്രസ്സിന് ഇതാ. ബാക്കി നടരാജൻ മാമ ഏറ്റട മോനെ. താൻ എന്തൊക്കെയാണോ അവനോട് പറഞ്ഞത്? ഇത് വക്കീലിന്റെ വളഞ്ഞ ബുദ്ധിയാളിയാ. നിങ്ങൾ പോലീസുകാർക്ക് അത് അറിയില്ല. കൊന്നു തിന്നുമ്പോഴും അത് ചിരിയോടെ വേണം. രാജപ്പനിപ്പോ ആ പെണ്ണുമായി ഈ ജില്ല കടന്നു കാണും. പിന്നെ എന്തിനവന്റെ മുന്നിലൊരു നാടകം? നമ്മുടെ ഭീഷണി അവൻ അറിഞ്ഞു കഴിഞ്ഞപ്പോ ഞാൻ റൂട്ടൊന്ന് മാറ്റി പിടിച്ചതാ. അളിയനത് മനസ്സിലായില്ലേ? നമ്മളൊന്ന് വരട്ടി എന്നത് നേരാ. അത് പേടിച്ച് രാജപ്പൻ സ്ഥലം വിട്ടതിന് നമ്മളാണ് ഉത്തരവാദി. നമ്മൾ കാശ് കൊടുത്തത് അവനറിയില്ല. അതും വാങ്ങി മടിയിൽ വെച്ച രാജപ്പൻ പോയതെന്ന് അവനറിയില്ല. ഇനി അതും പോരാഞ്ഞിട്ട് അവനെ ഒന്ന് വിളിക്കാതെ അവൾ പോയത്. ഒരു വാക്ക് പോലും പറയാതെ കടന്നവളെ ഓർത്ത് ഇനി എത്ര കാലം അവൻ കാത്തിരിക്കാനാ? നമ്മൾ എന്ത് പ്ലാൻ ചെയ്തോ അത് വിജയിച്ചു. ഇനി എനിക്ക് അവനോട് ചോദിച്ചൂടെ, നിന്നവൾ സ്നേഹിക്കുന്നെങ്കിൽ എന്താണ് അവൾ വിളിക്കാത്തതെന്ന്? അളിയനവൻ പ്രതിസ്ഥാനത്ത് നിർത്തിക്കോട്ടെ. എങ്ങനെയുണ്ട് എന്റെ പ്ലാൻ? സുധിയുമായി നേരിട്ടൊരു ഏറ്റുമുട്ടൽ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇന്ന് തന്നെ അവൾ സ്ഥലം വിട്ട വിവരം അവൻ അറിയും. അതവനെ ഞാൻ അറിയിക്കില്ലേ? പെണ്ണ് അന്വേഷിച്ചു പോയി എനിക്ക് അവനൊരു മറുപടി കൊടുക്കണ്ടേ? പിന്നെ അളിയൻ സ്വയം ഒന്ന് കൺട്രോൾ ചെയ്യുന്നത് നല്ലതാ. അവൻ വീട് വിട്ടു പോവാൻ നമ്മളിട കൊടുക്കരുത്. നമ്മൾ കരുതുന്ന പോലൊരു ബന്ധമല്ല അവനും അവളും തമ്മിൽ എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞു. അവന്റെ കാര്യത്തിൽ ഒരു ഉറപ്പും നമുക്കില്ല. അവള് കോണ്ടാക്ട് ചെയ്യാതിരുന്നാൽ നമ്മൾ രക്ഷപ്പെട്ടു. അതുണ്ടാവില്ല. രാജപ്പനെയും കുടുംബത്തെയും നാട് കടത്തുക മാത്രമല്ല ഞാൻ ചെയ്തത്. എന്റെ പരിധി വിട്ടു പോകാൻ ഞാൻ അനുവദിച്ചിട്ടില്ല. ഇനി ഇതെന്റെയും വാശിയാണ്. ഞങ്ങളിൽ ആര് ജയിക്കുമെന്ന് നടരാജൻ കണ്ടോ? അപ്പോ ജസ്റ്റിസിന്റെ മോളുടെ പ്രപ്പോസൽ വിട്ടുകളേണ്ടി വരും. അടുത്ത കാലത്തൊന്നും നമ്മൾ ഉദ്ദേശിക്കുന്ന വഴിക്ക് അവൻ വരുമെന്ന് തോന്നുന്നില്ല. അത് പോയാൽ മറ്റൊന്ന്. എനിക്കതിൽ ഉൾക്കണ്ടയില്ല. ഇപ്പൊ എനിക്കെന്റെ മാനം രക്ഷിച്ചേ പറ്റൂ. ശരി, എന്ന് ഞാൻ ഇറങ്ങട്ടെ.
അയ്യപ്പാ, ഇവിടെ അടുത്ത് കട വല്ലതും ഉണ്ടോടാ? ബസ് സ്റ്റോപ്പില്ലേ, അതിനപ്പുറത്തുണ്ട്. വാ, എന്നാ നമുക്ക് നടന്നിട്ട് വരാം. ആ ശരി. ഭക്ഷണമൊക്കെ നമുക്ക് അങ്ങോട്ട് പോയിട്ട് കഴിക്കാം. ഞാൻ പോയി കുടിക്കാൻ വെള്ളം എന്തെങ്കിലും വാങ്ങിയിട്ട് വരാം. ചേട്ടാ, ഒരു പാക്കറ്റ് സിഗരറ്റ്. അല്ല, എങ്ങോട്ടായി പോകുന്നേ? നിന്റെ അച്ഛനോട് ചോദിച്ചാ പറയണ്ടേ? ദാ. ഞാനങ്ങോട്ട് നിൽക്കാം. ആ ശരി. നീ അങ്ങോട്ട് വന്നാൽ മതി. ദേ അച്ഛൻ വരുന്നുണ്ട്. യാത്ര തുടങ്ങിയിട്ട് കുറെ നേരം ആയില്ലേ അച്ഛാ? ഇനി എത്ര ദൂരം ഉണ്ട്? എത്ര കിലോമീറ്റർ ഉണ്ടെന്ന് പറയാൻ എനിക്കറിഞ്ഞൂടാ. ഇനിയെങ്കിലും നിങ്ങളൊന്ന് പറ മനുഷ്യ, പിള്ളേരെ കൊണ്ട് എവിടേക്കാ പോകുന്നേ? നമ്മൾ പോകുന്നത് ആര്യങ്കാവിനടുത്ത് റോസ്മറിയിലേക്കാ. അത്രയും ദൂരത്തേക്കോ? പിന്നെ നീ എന്താണ് കരുതിയത്? ഇവിടെ ഒരുത്തി എല്ലാത്തിനും കാരണം. നിൽക്കുന്ന കണ്ടില്ലേ കള്ളി. വയടക്കടി. അവിടെ ഒരു സ്ഥലത്ത് കുറച്ച് ഭൂമിക്കും അതിലൊരു വീടിന് ഞാൻ അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട്. സ്വന്തമായ ഒരു വീടോ? ഈശ്വര, എന്താ ഈ കേൾക്കുന്നേ? അതേടി, അതിനുള്ള കാശ എന്റെ ഇരിക്കുന്നത്. ഇനി വാടക വീട് കയറി ഇറങ്ങി നിരങ്ങണ്ട. നിങ്ങൾക്ക് ഇതെങ്ങനെ കിട്ടി? അതൊന്ന് പറ. ഇനി ഒന്നും മറച്ചു വയ്ക്കുന്നില്ല, എല്ലാം പറഞ്ഞേക്കാം. SP വിശ്വനാഥൻ സാറ് ഭീഷണിപ്പെടുത്തി നാട് കടത്തുകയല്ല ചെയ്തത്. രൂപ 10 ലക്ഷമാ അയാൾ കയ്യിൽ വെച്ച് തന്നെ. അതെന്തിനുള്ള പ്രതിഫലമാണെന്ന് നിനക്കറിയാലോ. അയാളുടെ മകന്റെ ജീവിതം തിരിച്ചു കൊടുത്തതിനുള്ള പ്രതിഫലം. അച്ഛൻ ചോദിച്ചു വാങ്ങിയതല്ലേ? അയാൾ എന്റെ കയ്യിലേക്ക് വച്ചു തന്നതാ. ഞാനത് വാങ്ങാതിരുന്നെങ്കിലേ നമ്മളാരും പിന്നെ ഈ ഭൂമിയിൽ ഉണ്ടാവില്ലായിരുന്നു. അയാളെ പേടിച്ചില്ല ഞാനത് വാങ്ങിയത്. ഈ കാശ് കൊണ്ട് വീട് വാങ്ങാൻ തേയില്ല. അതറിഞ്ഞ് 10 ലക്ഷം കൂടി SP തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. നീ ചതിച്ചാ പിന്നെ എന്താ സംഭവിക്കുന്നതെന്ന് പറയണ്ടല്ലോ. നമ്മൾ താമസിക്കാൻ പോകുന്ന സ്ഥലം അയാൾക്കറിയാം. മകന്റെ കല്യാണം കഴിയുന്നതുവരെ അയാളുടെ കണ്ണുകൾ നമ്മുടെ പിന്നാലെ തന്നെ ഉണ്ടാവും. ഈ 2 കുട്ടികളും ജീവിക്കണോ മരിക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് നീയാ. നീ ഒരുത്തി. ഇനി അവിടെ കുത്തി നോവിക്കല്ലേ. ഒരു ചതി അവിടെ ഭാഗത്തൊന്നും ഉണ്ടാവില്ല. ഞാനാ പറയുന്നത്. എനിക്ക് നീ ഉറപ്പ് തരികയൊന്നും വേണ്ട. ഒരു കാര്യം ഞാൻ പറയാം. ഇവൾ എവിടെയുണ്ടെന്ന് അവൻ അറിയുന്നെങ്കിൽ അത് ഇവളിലൂടെ മാത്രമായിരിക്കും. അതല്ലാതെ 7 ജന്മം എടുത്താൽ പോലും ആ സ്ഥലത്ത് വന്ന് അവൻ ഇവളെ കണ്ടുപിടിക്കില്ല. ആ ശരി, എന്നാ ചെന്ന് വണ്ടി കയറ്. ഹലോ ആൽബി. സോറി സുധി, അർച്ചന ഇന്ന് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വന്നില്ല. ഞാൻ വേറൊരാളെ ജോലിക്ക് വയ്ക്കുക. നിവർത്തിയില്ലാതെ ചെയ്തു പോവുക. ഇങ്ങനൊരു സ്ഥാപനം നടത്തിക്കൊണ്ട് പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട് സുധിക്കറിയാലോ. ആൽബിനി അർച്ചനെ കാത്തിരിക്കണ്ട. ആരെയെന്ന് വെച്ചാൽ വെച്ചോളൂ. ഞാൻ ഇന്നലെ ചെന്ന് അവളെ കണ്ടതാ. എന്തോ വലിയ പ്രോബ്ലംസ് ഉണ്ടെന്ന് തോന്നുന്നു. ഒന്നും വിട്ടു പറയുന്നില്ല. ഓ, താൻ ഇനി അവളെ വെയിറ്റ് ചെയ്തിട്ട് കാര്യമില്ല. ഓക്കെ സുധി. മുടിഞ്ഞ യാത്രയൊന്നും അവസാനിക്കില്ലേ? നടു ഒടിഞ്ഞു. ഇത് ഏത് സ്ഥലമാ? നരകം. ഇനി അത് പ്രത്യേകിച്ച് ചോദിക്കാനുണ്ടോ? നരകത്തിലേക്ക് നമ്മളെ കെട്ടിയെടുക്കാനല്ലേ ഇവിടെ വന്നത്? ഒന്നും മിണ്ടാതിരിക്കടി. ദാഹിച്ച് തൊണ്ട പൊട്ടുന്നു.
ഒരു കുപ്പി വെള്ളമെങ്കിലും വാങ്ങിച്ചു തരൂ. വാങ്ങി തന്ന വെള്ളം തീർത്തോ? ഏതെങ്കിലും കടയുടെ മുമ്പിൽ വണ്ടി നിർത്തുന്നുണ്ടോ? ഇല്ലെങ്കിൽ ഞാൻ എടുത്ത് ചാടും. എന്നാ ചാടി. ആ ഇറങ്ങിയോ. താഴെ ഒരു കടയുണ്ട്, വല്ലതും കഴിച്ചിട്ട് പോവാം. ഈ വഴി അങ്ങോട്ട് ജീപ്പ് പോവില്ല, നടക്കണം. ഇവിടം വിട്ട കാടാ, ഒന്നും കിട്ടില്ല. കാടോ? കാടിന്റെ നടുവിലേക്കാണോ അച്ഛൻ ഞങ്ങളെ കൊണ്ടുപോകുന്നേ? വേണമെങ്കിൽ ഒന്ന് വല്ലതും കഴിക്കടി. അങ്ങോട്ട് ചെല്ലുമ്പോ സദ്യയൊന്നും ഒരുക്കി വെച്ചിട്ടില്ല. വാ വാ. നിനക്ക് വേണ്ടേടാ? ഞാൻ പിന്നെ കഴിച്ചോളാം. ആ സൂക്ഷിച്ചിറങ്ങണം. ഒന്ന് പെട്ടെന്ന് വാ. വന്നിട്ട് യാത്രയൊക്കെ സുഖമായിരുന്നോ? ആ കഴിക്കാൻ എന്താണ് കാർത്തിയാനി ഉള്ളത്? കപ്പയും മീൻകറി ഉണ്ട്. ആംബ്രോസേ, എന്തോ 4-5 പ്ലേറ്റ് കപ്പയും മീൻകറി എടുത്ത് വെച്ചേടാ. ഓ ശരി. ആ കേറി വാ. വരൂ മക്കളെ, ഇത് നിങ്ങളുടെ സ്വന്തം വീട് പോലെ തന്നെ. അകത്തോട്ട് കയറി ഇങ്ങോട്ടിരിക്കും. അതുവഴി വാ. അങ്ങോട്ടിരിക്കും. ആ പരിചയപ്പെടുത്തിയില്ലല്ലോ. ആ ഇരിക്കുന്നതാണ് എന്റെ ഭാര്യ ശ്യാമള. എടീത് കാർത്തിയാനി, ഞാൻ തെങ്കാശിക്ക് ഓട്ട പോകുമ്പോ ഇവിടെ ഇറങ്ങിയ ഭക്ഷണം കഴിക്കാറ്. രായപ്പേട്ടനും കുടുംബം ഇങ്ങോട്ട് വരുന്നത് കേട്ടപ്പോ എനിക്ക് സന്തോഷായി. അല്ല, രായപ്പേട്ടൻ 2 പെമ്മക്കളാന്നല്ലേ പറഞ്ഞത്? അതേടി, ഇവള് ശ്യാമളയുടെ ചേച്ചിയുടെ മോളാണ്. എന്താ മോളുടെ പേര്? അർച്ചന. നല്ല പേരാണല്ലോ. ദാ ഇത് കഴിക്ക. വിശന്ന് കൊച്ചുങ്ങൾ വാടി തളർന്നല്ലോ. നിങ്ങൾ ഭക്ഷണം കഴിച്ചിട്ടേ വരത്തുള്ളൂ ഞാൻ കരുതിയത്. എടാ ആംബ്രോസേ, എല്ലാവർക്കും വെള്ളം ഒഴിച്ചു കൊടുക്കടാ. ഇങ്ങോട്ടാ കുടിക്കുമോളെ. അല്ല, രായപ്പേട്ടൻ ഇരിക്കുന്നില്ലയോ? എനിക്കിപ്പോ വേണ്ട. പെണ്ണു കൊള്ളാവല്ലേ ചേട്ടാ? ചേട്ടൻ പറഞ്ഞപ്പോ ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല. അവളെ ഇതുവരെ എത്തിക്കാൻ പെട്ട പാടി എനിക്കേ അറിയാവൂ. കണ്ടാലൊരു പാവം. അതുകൊണ്ടാണല്ലോ എനിക്ക് ഒളിച്ചോടി മലകയറേണ്ടി വന്നത്. ചേട്ടനൊന്ന് കണ്ണടച്ച് തന്ന നമ്മുടെ നല്ല സമയം തെളിയും. അവളെ കൊത്തിക്കൊണ്ടുപോകാൻ ആളുണ്ട് ചേട്ടാ. ലക്ഷങ്ങൾ നമ്മുടെ കയ്യിലിരിക്കും. ഇങ്ങനെ ഒരു പെണ്ണിനെ കണ്ടാൽ ആരെങ്കിലും വേണ്ടാന്ന് വെക്കുവോ? അതിന് സമയമുണ്ടേ കാർത്തിയാനി. എന്താ വേണ്ടെന്ന് വെച്ച് നീ ചെയ്തോ. എനിക്ക് ഈ ഭാരം ഒന്ന് ഒഴിഞ്ഞു കിട്ടിയാ മതി. ഞാനേറ്റു. ചേട്ടന് 2 മക്കളെയും കെട്ടിച്ചു വിടാനുള്ള മുതല് ഞാൻ വാങ്ങിത്തരും. ഈ കാർത്തിയാനിയാ പറയുന്നത്. ആ ദേ മക്കള് വരുന്നുണ്ട്. എന്നാ നിങ്ങൾ നടക്ക്. ചെല്ല്. ഇനി അധിക ദൂരം ഉണ്ടോ? ഇവിടുന്ന് ഒരു 15 കിലോമീറ്റർ അത്രേ ഉള്ളൂ. താമസം തുടങ്ങിയിട്ട് ഞാൻ അങ്ങോട്ട് വരാൻ ചേച്ചി. എനിക്കെന്റെ കൂടപ്പുറപ്പിനെ പോലെ രായപ്പേട്ടൻ. കാശ് കൊടുക്കുന്നില്ലേ? അതെന്തു പറച്ചില്ല ശ്യാമളേച്ചി. ഒരു 4 പ്ലേറ്റ് കപ്പയ്ക്ക് എന്നോട് കണക്ക് പറയല്ലേ? എനിക്കത് സഹിക്കുന്ന കാര്യമല്ല. നീ ഇത് പറ്റിട്ട് എഴുതിക്കോ. ഓ മോള് വാ. എന്നാ ശരി മോളെ, നമുക്ക് വീണ്ടും കാണാം.
ചെവളരാഘവന് വിധിച്ച പെണ്ണ്. പണിയായല്ലോ രായപ്പൻ ചേട്ടാ. പിടിച്ചിരുന്നോണേ മക്കളെ. അച്ഛൻ ഞങ്ങളെ കൊന്നുകളയാൻ കൊണ്ടുപോകണോ? മിണ്ടാതിരിക്കടി. കൊല്ലാനാണെങ്കിൽ നശിച്ചവളെ കൊണ്ടുപോയാ പോരെ? ഈശ്വരാ, ഇങ്ങനൊരു വിധി വന്നല്ലോ. നീ ഒരു കാലത്തും ഗുണം പിടിക്കില്ലടി. മിണ്ടാതിരിക്കാൻ നിന്നോടല്ലേ പറഞ്ഞേ? ഞാൻ മിണ്ടും. മിണ്ടാതിരിക്കണമെങ്കിലേ എന്റെ വാ തുന്നിക്കിട്ടും. നടരാജമാമേ. എടാ മോനെ, ഞാനിപ്പോ നീ പറഞ്ഞ ലൊക്കേഷനിലാ. നടരാജമാമ വീട് കണ്ടുപിടിച്ചോ? നീ പറഞ്ഞ വീടിന്റെ മുന്നിലാ ഞാനിപ്പോ. അവരെ കണ്ടോ? വീട് പൂട്ടിയിരിക്കുക. ഇവിടെ എങ്ങും ഒരാളുമില്ല. ആരുമില്ലേ? നടരാജമാമയ്ക്ക് തെറ്റിയിട്ടൊന്നുമില്ലല്ലോ. നീ പറഞ്ഞ വിവരങ്ങൾ തെറ്റാതിരുന്നാ മതി. മുന്നിലൊരു ബസ് സ്റ്റോപ്പുള്ള വീടല്ലേ? വീട് അതൊക്കെ തന്നെയാ, പക്ഷെ അവിടെ എപ്പോഴും ആളുള്ളതാ. ഞാൻ പുറത്തിറങ്ങി അന്വേഷിച്ചു മോനെ. ഈ വീട്ടിലിപ്പോ താമസക്കാരില്ല. നടരാജമാമ എന്നെ കളിയാക്കാണോ? ഇന്നലെ ഞാൻ അവിടെ പോയതാ. ആണോ? എന്നാ ഇപ്പൊ വീട് പുറത്തുനിന്ന് പൂട്ടിയിരിക്കണല്ലോ. തട്ടി വിളിച്ചിട്ട് ഒരു റെസ്പോൺസും ഇല്ലെന്നേ. ഞാനേ ഈ വഴിക്ക് ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് പ്രതീക്ഷിച്ച് നിൽക്കുക. നീ ഒന്ന് ഹോൾഡ് ചെയ്യേ. ഇതാ ഒരാള് വരുന്നുണ്ടേ. അതെ, ഈ വീട്ടിൽ ആരാ താമസിക്കുന്നേ? അതെ, ആ ഡ്രൈവർ രാജപ്പനാ. ഈ വീട്ടിലാരും കാണുന്നില്ലല്ലോ. അയാളും കുടുംബവും ഇന്ന് രാവിലെ വീട് ഒഴിഞ്ഞു പോയല്ലോ. എങ്ങോട്ടാ താമസം മാറ്റിയെന്നറിയോ? ആർക്കറിയാനാ സാറേ, അവരെങ്ങോട്ടോ പോയി. ഞങ്ങൾ ചോദിക്കാനൊന്നും പോയില്ല. അയാളൊരു അലവലാതിയാണ്. സഹകരിക്കാൻ കൊള്ളത്തില്ല. ഈ നാട്ടിൽ നിന്ന് പോയ സന്തോഷത്തിലാ ഞങ്ങള്. എടാ മോനെ, രാജപ്പനും കുടുംബം ഇവിടുന്ന് പോയിന്ന് പറയടാ മോനെ. അഭിനയം കുഴപ്പമില്ലല്ലോ സാറേ. ആരെയാ സാറ് പറ്റിച്ചത്? നിനക്കിതൊരു മനസ്സിലായില്ലേ? ഇല്ല സാറേ. നിന്റെ അച്ഛനെ പോടാ.
ആരാ? നിങ്ങളാരാ? അത് കൊള്ളാമല്ലോ. ഇപ്പൊ ഈ വീട് നോക്കുന്നത് ഞാനാ. ഇവിടെ താമസിച്ചിരുന്നവരെങ്ങോട്ടാ പോയത്? ആദ്യം നിങ്ങൾ ആരാണെന്ന് പറ, എന്നിട്ട് പറയാം അതൊക്കെ. എൻ്റെ പേര് സുധീഷ്. ഞാനിവിടെ രാജപ്പനൊന്ന് കാണാനാ വന്നത്. രാജപ്പൻ ചേട്ടനും കുടുംബവും താമസം മാറി പോയല്ലോ. എവിടേക്ക് അവർ പോയതെന്നറിയോ? എന്നോടൊന്നും പറഞ്ഞില്ല. താക്കോൽ ഏൽപ്പിച്ച് വീട് ഒഴിയുന്നു എന്ന് പറഞ്ഞിട്ടാ പോയത്. ഇവിടെ കിടക്കുന്ന ഫർണിച്ചറൊക്കെ വിൽക്കാൻ എന്നെ ഏൽപ്പിച്ചു. അങ്ങനെ ഞാൻ ഇങ്ങോട്ട് വന്നത്. അല്ല, ഈ താക്കോൽ ഏൽപ്പിക്കുമ്പോൾ പോകുന്ന സ്ഥലത്തെപ്പറ്റി എന്തെങ്കിലും നിങ്ങളോട് പറയാതിരിക്കില്ലല്ലോ? സാറിന് കാശ് വല്ലതും തരാനുണ്ടോ? രാജപ്പച്ചേട്ടൻ വാങ്ങിയാൽ തിരിച്ചു കൊടുക്കുന്ന ആളാണല്ലോ. എൻ്റെ ചോദ്യത്തിന് ഉത്തരം എന്താ? അയാൾ എങ്ങോട്ടാ പോയത്? അതെനിക്കറിയില്ല സാറേ. സ്ഥലമൊന്നും പറഞ്ഞില്ല. നിങ്ങൾക്ക് എത്ര രൂപ വേണമെങ്കിലും ഞാൻ തരാം. എനിക്ക് അയാളൊന്ന് കണ്ടേ പറ്റൂ. എന്റെ പൊന്ന് സാറേ, അറിയാതെ ഞാൻ പറയില്ലേ. എങ്ങോട്ടാ പോകുന്നതെന്ന് ഞാൻ ചോദിച്ചതാ. ഭൂമി പരന്ന് കിടക്കുമല്ലാടാന്നാ പറഞ്ഞത്. പിന്നെ ഞാൻ കുത്തി ചോദിക്കാനൊന്നും പോയില്ല. വായിന്ന് വരുന്നത് പുളിച്ച തെറിയായിരിക്കും. അയാള് എവിടെയെങ്കിലും വീട് അന്വേഷിക്കാൻ പോയതായിട്ട് അറിയോ? എനിക്ക് തോന്നുന്നത് തമിഴ്നാടിന് വിട്ടെന്നാ. ഓട്ടത്തിന് സൗകര്യം അവിടെ നിന്ന് ഒരിക്കൽ പറയുന്നുണ്ടായിരുന്നു. അവിടെ ഒരു ട്രാൻസ്പോർട്ടിംഗ് കമ്പനിയിൽ കയറി പറ്റാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് കിട്ടിക്കാണും. അതാ ഇവിടുന്ന് പോയത്. ഒന്നും വിട്ടു പറയുന്ന കൂട്ടത്തിലല്ല സാറേ. തമിഴ്നാട്ടിൽ എവിടെയാ പോയത്? ഒരു പിടിയില്ല സാറേ. എന്തായാലും പോയിട്ടുള്ളത് കുറെ ദൂരത്തേക്കാ. അതാ വീട് സാധനങ്ങളൊന്നും കൊണ്ടുപോകാത്തത്. ആ പെങ്കൊച്ചിന്റെ തയ്യൽ മെഷീൻ ആകെ കൊണ്ടുപോയത്. ആ സാറേ, രാജപ്പച്ചേട്ടൻ പഴനി പോയ കാര്യം എന്നോട് പറഞ്ഞായിരുന്നു. എന്തോ ലക്ഷ്യം വെച്ച് പോയതാ. മിക്കവാറും പഴനിക്കാവും വച്ച് പിടിച്ചത്. Yeah.